ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇഷ ആദിയോഗി കാണാൻ പോയതാണ് കേട്ടോ, കോയമ്പത്തൂർ. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ടാണ് അവിടേക്ക് പോണത് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ യൂട്യൂബിലിടുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇഷ ആദിയോഗി കാണാനായിട്ട് പോണത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക പ്രതീതിയാണ്, അവിടെ ഒരു ഈശ്വര സാന്നിധ്യമുള്ളൊരു പ്ലേസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു സൈലൻറ്റ് ഏരിയ എന്ന് പറയാം കേട്ടോ. നല്ല ഒരു ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു സ്ഥലം. ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. റിപ്പബ്ലിക് ഡേയുടെ ആണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു 7 മണി നേരത്തെ അവിടുത്തെ 3D ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 5:30-6 മണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തിയത്. ആ ലൈറ്റ് കാണാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ ടൈമിൽ നമ്മൾ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാർക്കിംഗ് ഏരിയ അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം പിന്നെ പെട്ടെന്നാണ് കേട്ടോ അവിടെ ആൾക്കാർ കൂടിയത്. അപ്പോൾ എങ്ങനെ പോയാലും ശിവൻ്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് കാണാൻ. എന്തൊരു മനോഹരമായിട്ടാണ് അത് പണിത് തീർത്തേക്കണേ എന്നുള്ളത് നമുക്കത് നേരിട്ട് കണ്ടാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. നമ്മുടെ മേലൊക്കെ ഇങ്ങനെ കോരിത്തെരിക്കും നമ്മളതിൻ്റെ അടുത്തേക്ക് പോകും തോറും. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, കാരണം ആ ഏരിയയിൽ അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ചുറ്റുപാട് വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ ആ 3D ലൈറ്റ് കാണാനൊക്കെ ഒരു പ്രത്യേക, അത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കിങ്ങനെ കുളിര് വരികയെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പ്രതീതിയാണ് ഉണ്ടായത് കേട്ടോ. പെട്ടെന്ന് തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് 3D സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്റ്റോറി പോലെ ശിവഭഗവാന്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു അരമണിക്കൂർ സമയത്തെ ഒരു 3D ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ശിവഭഗവാന്റെ പ്രതിമ ഏകദേശം നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ വെയിറ്റ് വരുന്നത് 500 ടണ്ണാണ് കേട്ടോ. അത് അറിയാലോ 500 ടണ്ണെന്ന് പറയുമ്പോൾ കാണാനായിട്ട് എങ്ങനെയാണെന്ന്. വീതി 25 മീറ്ററും ഉയരം വരുന്നത് 34 മീറ്ററാണ് വേണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏകദേശം ഊഹിച്ചാൽ മതി, കാണാത്തവരുണ്ടെങ്കിൽ എത്ര ഭംഗിയിലാണ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. നല്ല രസമാണ് കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കാനും ഒക്കെ. നല്ല ആൾത്തിരക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കുഞ്ഞു മക്കളെ കൊണ്ട് പോകുമ്പോൾ. കാരണം പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷെ കളിക്കാനൊക്കെ നല്ല പുൽമെത്ത പോലെയാണ് അവിടെ. ഇരുന്ന് കളിക്കാനും ഇരിക്കാനും ഒക്കെ നല്ല രസം അവിടെ ഇരുന്ന് കാണാനായിട്ട്. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.